താടക. അവതരിപ്പിക്കുന്നത് ഗായത്രി ജഗദീശൻ. സുഗേതു എന്നൊരു യക്ഷൻ സന്താനമുണ്ടാകാനായി ബ്രഹ്മാവിനെ തപസ് ചെയ്തു. സുഗേതുവിൻ്റെ തപസ്സിലും ഭക്തിയിലും സംപ്രീതനായ ബ്രഹ്മാവ് സുന്ദരിയായ ഒരു യക്ഷകന്യകയെ സൃഷ്ടിച്ചു. സുഗേതുവിന് പുത്രിയായി നൽകുകയും ചെയ്തു. താടക എന്ന ഈ കന്യകയ്ക്ക് 1000 ആനയുടെ ശക്തിയുണ്ടായിരിക്കുമെന്ന് വരവും കൊടുത്തു. താടക വളർന്ന് യൗവനയുക്തയായപ്പോൾ സുന്ദൻ എന്നൊരു യക്ഷൻ അവളെ വിവാഹം ചെയ്തു. അവർക്ക് മാരീചൻ, സുബാഹു എന്നീ പുത്രന്മാർ ഉണ്ടായി. ഒരിക്കൽ മതോന്മത്തനായ സുന്ദൻ താടകിയുടെ പിൻബലത്താൽ അഗസ്ത്യ മഹർഷിയെ ആക്രമിക്കാൻ ശ്രമിച്ചു. മഹർഷിയുടെ കോപാഗ്നിയിൽ സുന്ദൻ മരിച്ചു. താടകയും മക്കളും രാക്ഷസരായി പോകട്ടെ എന്നും മഹർഷി ശപിക്കുകയും ചെയ്തു. അന്നു മുതൽ അവർ ഈ കൊടും വനത്തിൽ വാസമുറപ്പിച്ച് സജ്ജനങ്ങളെയും മഹർഷിമാരെയും ഉപദ്രവിച്ചു പോന്നു. ഒരു ദിവസം യാഗരക്ഷയ്ക്കായി വിശ്വാമിത്രൻ രാമലക്ഷ്മണന്മാരെ അയോധ്യയിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയി. ഗംഗാനദിക്കക്കരെ ഘോരവനമായിരുന്നു. അവിടെ എത്തിയപ്പോൾ മുനി പറഞ്ഞു, രാമ, ഈ വനം ഭയങ്കരമാണ്. ഇവിടെ താടക എന്ന നാമത്തിൽ ഒരു രാക്ഷസി വാഴുന്നുണ്ട്. അവളെ പേടിച്ച് ഈ വനത്തിൽ കൂടി ആരും യാത്ര ചെയ്യാറില്ല. രാമ, അങ്ങ് താടകയെ വധിച്ച് ഈ വനം ജനവാസയോഗ്യമാക്കിയാലും. ശ്രീരാമൻ ആദ്യം അല്പം മടിച്ചു, ആലോചിച്ചു നിന്നു. സ്ത്രീവധം ചെയ്യാമോ? ഇതു മനസ്സിലാക്കിയ വിശ്വാമിത്ര മഹർഷി പറഞ്ഞു, ഇവൾ സ്ത്രീയാണെന്ന് കരുതി വധിക്കാതിരിക്കരുത്. അത്രമാത്രം ഭീകരിയാണിവൾ. ഇത് കേട്ട് ശ്രീരാമൻ വില്ലു കുലച്ച് ഒരു ഞാണൊലിയിട്ടു. ഞാണൊലി ശബ്ദം കേട്ട് ഭയന്നും കോപിച്ചും വിറച്ചുകൊണ്ട് താടക പാഞ്ഞെത്തി ശ്രീരാമനെ ആക്രമിച്ചു. രാമൻ അസ്ത്രം പ്രയോഗിച്ച് അവളുടെ 2 കരങ്ങളും ഛേദിച്ചു. അവളെ വധിക്കാതെ വിടണമെന്ന് ആഗ്രഹിച്ചു. അപ്പോൾ അവൾ വായും പിളർന്ന് രാമലക്ഷ്മണന്മാരെ വിഴുങ്ങാൻ ഓടിയടുത്തു. അപ്പോൾ ഒരസ്ത്രം അവളുടെ മാറിലേക്ക് തന്നെ തൊടുത്തുവിട്ടു. രാമബാണം നെഞ്ചിൽ തറച്ച് മല പോലെ താടക ഭൂമിയിൽ പതിച്ചു. ആ സമയത്ത് രത്നാഭരണങ്ങൾ അണിഞ്ഞ് അതിസുന്ദരിയായ ഒരു യക്ഷസ്ത്രീ അവളിൽ നിന്നും പുറത്തു വന്നു. അഗസ്ത്യ ശാപത്താൽ നിന്നും രാമബാണത്തിൽ മോചിതയായ താടക പഴയ പോലെ യക്ഷസ്ത്രീയായി മാറി. ശ്രീരാമനെ വന്ദിച്ചിട്ട് ദേവലോകം പോകുകയും ചെയ്തു. നന്ദി, നമസ്കാരം.